ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി നോക്കിയാലോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇതിനെ ബാച്ചിലേഴ്സ് ചിക്കൻ കറി എന്നും വിളിക്കാം കേട്ടോ. അപ്പൊ ഈ ചിക്കൻ കട്ട് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ചിക്കൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കടുകല്ല ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ 1 ടീസ്പൂൺ നമ്മുടെ കുത്തരിയില്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ മലര് പോലെ പൊങ്ങി വരുമ്പോഴേക്കും നമ്മൾ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ടേ. പെരുംജീരകം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവോളയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ ഒരു കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു മീഡിയം ഫയറിൽ അവിടെ വെച്ച ശേഷം നമ്മൾ മസാലപ്പൊടി എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡറും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ ഇട്ടാൽ കൂടുതൽ കൊഴുപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഒന്ന് വേകാനായിട്ട് ഒരു ശക്കല ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു 10 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ടോ ഇത്രയും വെള്ളം അതിനകത്തുണ്ട്. ഇനി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അതിലേക്ക് ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളത് ഒരു 15 മിനിറ്റത്തേക്ക് നമ്മളൊന്ന് മീഡിയം ഫയറിലേക്ക് നമ്മൾ ഒന്ന് വെച്ച് കൊടുത്ത് മൂടി വെക്കുന്നുണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രേവിയുടെ ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആവശ്യമുള്ളത്രവേ ഞാൻ കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇത്രയും വെള്ളമേ ഉള്ളൂ അതിനകത്ത്. ചില ചിക്കനൊക്കെ ആണെങ്കിൽ ഒത്തിരി വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങും, പക്ഷെ ഇതിനകത്ത് അധികം വെള്ളം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിന്റെ കൂടെ. എന്നിട്ട് അത് പിന്നെയും മൂടി വെച്ചു ഒരു 25 മിനിറ്റും കൂടെ മൂടി വെച്ചു. കണ്ടോ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. കണ്ടോ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്ത ശേഷം നിങ്ങൾക്ക് തേങ്ങാപ്പാലോ ക്രീമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവിയോ കൊഴുപ്പോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാവുന്ന കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമന്റും ഇടാൻ മറക്കരുതേ. താങ്ക്